കൈലാസമലയുടെ അടിവാരം. ഒരു കാട്ടുപോത്തിന്, നല്ല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ശിവമലയുടെ കറക്റ്റ് 50-50 പാതിക്ക് പാതി നമ്മൾ കയറിയിട്ടുണ്ട്. ஏரியாவையும் கவர் பண்ணிக்கலாம். ഈ കയറ്റം കയറി വന്നപ്പോഴത്തേക്കും തന്നെ വണ്ടിയുടെ എൻജിൻ ചൂടായി, എന്താ ഫാൻ ഓണായി. ഇതാണ് കൈലാസമലയുടെ അടിവാരം. അടിവാരത്തിൽ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് കയറ്റം കയറി വരണം. ഇപ്പോൾ കണ്ടായിരുന്നല്ലോ, ഇത്രയും കയറ്റം ഇത്രയും ഓഫ് റോഡൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ കൈലാസമലയുടെ അടിവാരത്ത് വന്ന് എത്താം. അതായത് കയറ്റം കയറി അടിവാരത്ത് എത്തുന്ന മലയാണിത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേളിലേക്ക് കുറേ കയറണം. വലിയ റിസ്ക് ഒന്നുമില്ല, ഒന്ന് എൻജോയ് ചെയ്ത് കയറി പോകുന്ന അത്രക്കേ ഉള്ളൂ. ഇതാണ്, അതായത് അടിവാരത്ത് നിന്ന് കണ്ടാലുള്ള സീനറിയും കാര്യങ്ങളും ഇതൊക്കെയാണ്. കണ്ടോ? ഇനി നമ്മളിതാ ഈ കാണുന്ന ഈ മലയുടെ ഈ കുന്നിൻ്റെ പൊക്കത്താണ് കയറേണ്ടത്. ഇവിടെ നിന്ന് കാണുമ്പം എന്താ എളുപ്പമല്ലേ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കൈലാസമല കയറാം. ഓക്കെ, പറ്റുന്ന അത്ര വേഗത്തിൽ തന്നെ കയറാൻ നോക്കാം. കാരണം ഇപ്പം തന്നെ വൈകുന്നേരം 3 മണിയായി.
ഓൾറെഡി എൻ്റെ കൂട്ടുകാരിതാ മേളിൽ കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഈ സമയം തന്നെ കോടമഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. വന്നിട്ട് പോയവരൊക്കെ കുറേ പേര് പേരെഴുതിയിട്ടിട്ടുണ്ട് പാറയുടെ പൊക്കത്തൊക്കെ. ഞാൻ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ഇതിൻ്റെ താഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പൊക്കത്ത് കയറാൻ വഴിയായിട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുന്ന. ഈ കുന്നിൽ തോന്നുന്ന വഴിക്ക് കയറാം. താഴെ വണ്ടി കിടക്കുന്ന കാണുന്നുണ്ടോ? പക്ഷെ കയറുമ്പോൾ ശ്വാസം വിടാൻ പറ്റുന്നില്ല, മടുത്തു പോവാ. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഏതോ ഒരു പെണ്ണും ചെറുക്കനും ഓപ്പോസിറ്റ് മലയുടെ കുന്നിൻ്റെ പൊക്കത്ത് കുറേ നേരമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ വന്നതുകൊണ്ട് എന്താ അവർ പോകാൻ നിൽക്കുക. അവരവിടെ നിന്ന് ഇറങ്ങി. എന്തിനാ വന്നതെന്ന് ഒരു പിടുത്തമില്ല. അതായത് നമ്മൾ എന്തിനാണോ വന്നത് ആ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ശിവമലയുടെ പകുതി ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഓപ്പോസിറ്റ് കാണുന്ന കുന്നിൻ്റെ പൊക്കത്ത് ഒരു കാട്ടുപോത്തിനെ, നല്ല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞു. കാട്ടുപോത്തല്ല, ബൈസൺ എന്നൊക്കെ പറയാം. ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. കാണുന്നുണ്ടോ? അതങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇതുപോലെ ചില കാഴ്ചകളൊക്കെ ലക്കുണ്ടെങ്കിൽ കാണാൻ കഴിയും. പിന്നെ ശിവമലയുടെ കുന്നിൻ്റെ പൊക്കത്ത് കുറേ നാടൻ പശു നിൽപ്പുണ്ട്. ദേ ശിവമലയുടെ പകുതി എത്തുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇതാണ് പല സിനിമകളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് സിനിമയിലും ഇത് കാണിച്ചിട്ടുണ്ട് ഈ റോഡുകളൊക്കെ. ഏലപ്പാറ ടു വാഗമൺ റോഡ്, ഏലപ്പാറ ടു വാഗമൺ, പിന്നെ ഏലപ്പാറ ടു കോട്ടയം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് പോകേണ്ട റോഡാണിത്. പിന്നെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഏലപ്പാറ ടൗണും കൂടെ നമുക്ക് ക്ലിയറായിട്ട് വൃത്തിക്ക് കാണാൻ കഴിയും. എന്നാൽ അത് നോക്കാം നമുക്കിനി. അപ്പോൾ ആദ്യമായിട്ടേ ഉള്ളൂ കേട്ടോ, ഇനിയും കയറാൻ കിടക്കുക. കണ്ടോ, വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് ഇത്രയ്ക്ക് ബോറായിട്ട് തോന്നുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളാണിത്. ഇപ്പോൾ ശിവമലയുടെ കറക്റ്റ് 50-50 പാതിക്ക് പാതി നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇതുണ്ട്, ഇത്രയുണ്ട്. ഇതിന് മുമ്പേ ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ ഈ സെയിം അളവല്ലേ കണ്ടിട്ടുള്ളൂ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം ഒരുപാട് കയറി. നേരത്തെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് അവിടെയാണ് നിന്നത്. പക്ഷെ ഇപ്പോൾ അത് ഇവിടെ എത്തി. എന്നിട്ടും ഉയരം കുറഞ്ഞതുപോലെയില്ല, ആ ഉയരം തന്നെ കാണുന്നത്. ഇതങ്ങനെ ശിവമലയുടെ ടോപ്പ് എത്തി. നമ്മളിവിടെ കയറി വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഇവിടെ 2 പേര് നിൽപ്പുണ്ട്. ഇവിടുത്തെ ആൾക്കാരല്ല, ടൂറിസ്റ്റാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് കാണിച്ചു തരാം ചുറ്റിലുമുള്ള കാര്യങ്ങൾ. മൊത്തത്തിൽ നമ്മൾ കയറി വന്നത് ഈ വഴി കൂടെയാണ്. ഇത് അവിടെ കാണുന്നില്ലേ, അവിടെയാണ് നമ്മുടെ ബൈക്ക്, അതിൻ്റെ താഴെയാണ് നമ്മുടെ ബൈക്കുള്ളത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നേക്കുന്നത്. ഇങ്ങനെ ഇത് പിന്നെ ഓൾറെഡി നിൽക്കുന്നവരാണ്, മേറ്റമേളിൽ നിൽക്കുന്ന 2 പേര് ഓൾറെഡി വന്നവരാണ്. ഇത് പിന്നെ നമ്മുടെ കൂട്ടുകാരൻ. ഇതാ നേരത്തെ നമ്മൾ കണ്ട വഴികൾ.
കാണുന്നുണ്ടോ? ഇതാണ് ആ വഴികൾ. പിന്നെ ഏലപ്പാറയുടെ ടൗണ്. നമുക്കത് അപ്പുറത്തെ സൈഡ് പോകാം. അപ്പുറത്തെ സൈഡ് പോകണമെങ്കിൽ ഇനിയും വൃത്തിക്ക് കാണാൻ കഴിയും. ഫുള്ളും കോടമഞ്ഞ് ഇറങ്ങിയേക്കാം കേട്ടോ. മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വൃത്തിക്കൊന്നും കാണത്തില്ല. ഇതിപ്പോൾ നമ്മളിവിടെ കയറി വന്നപ്പോഴത്തേക്കും കണ്ട 2 ചേട്ടന്മാരാണ്. ഒരാൾ എറണാകുളം, കോട്ടയം അവിടെ നിന്നാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരൻ. ഇതാണപ്പോൾ കൈലാസ മലയുടെ മേൽവശത്തുള്ള ഒരു ചെറിയ ക്ഷേത്രം, ശിവൻ്റെ ക്ഷേത്രം. ഇതാണ് സംഭവം. പിന്നെ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ 4 വശത്തും വ്യൂ പോയിൻ്റാണ്. ഈ മലയുടെ പേരൊന്നും എനിക്കറിയില്ല. അണ്ണൻ തമ്പി മുട്ട അതല്ല ഇത് വേറെ എന്തോ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കതല്ല അങ്ങേറ്റത്ത് പോയി നോക്കാം. എന്നാ അയ്യോ, ഏലപ്പാറ ടൗൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. പക്ഷേ സോറി, മഞ്ഞിറങ്ങി കേട്ടോ. കോടമഞ്ഞാണ് മുഴുവനും. ഫുള്ളും കോടമഞ്ഞായതുകൊണ്ട് ഒന്നും തെളിച്ച് കാണാൻ പറ്റില്ല. കണ്ടോ, നേരത്തെ നമ്മൾ അവിടെ കണ്ടിരുന്ന ആ റോഡ് പോലും ഇപ്പം കാണാൻ കഴിയുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, നേരത്തെ നമ്മൾ അവിടെയാണ് ആ റോഡ് കാണുന്നത്. പക്ഷേ ഫുള്ളും കോടമഞ്ഞിറങ്ങിയത് കൊണ്ട് നമുക്ക് ആ റോഡൊന്നും ഇപ്പോൾ കാണാൻ കഴിയില്ല. ഏകദേശം കുറച്ച് കണ്ടുകൊണ്ടിരുന്ന പകുതി സിറ്റി പോലും ഇപ്പോൾ കാണുന്നില്ല. ഫുള്ളും ഇതാ മഞ്ഞിറങ്ങി തുടങ്ങി. ഇവിടെ നിന്ന് മഞ്ഞ് വരുന്ന കണ്ടോ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ വേണമെന്നില്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഫുള്ളും ഇവിടെ കോടയാവും. കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഇത് എവിടെയാണ് സ്പോട്ട് എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിൽ പീരുമേട് പഞ്ചായത്തിൽ വന്നിട്ട്, അതായത് പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് കൊടുവ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞുതരും. കൊടുവ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൈലാസഗിരി മല എവിടെയാണെന്ന് ചോദിച്ചാലും ഈ സ്പോട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരും. കണ്ടോ, ഫുള്ളും കോടയായി. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം കോടയാവും, ഒന്നും കാണാൻ കഴിയില്ല. അതൊക്കെ കണ്ടോ, ഫോഗ് ഇങ്ങനെ കയറി വരുന്ന കാണുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അവനെ തെളിച്ചൊന്നും കാണുന്നില്ല, ഞാൻ കാണിച്ചു തന്നേക്കാം ഇപ്പോൾ തന്നെ. അപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും ശരി, ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണെങ്കിലും ശരി, ഒരു നല്ല ഓഫ് റോഡ് ട്രക്കിങ് ആവശ്യപ്പെടുന്നുണ്ടോ, ആഗ്രഹിക്കുന്നവരാണോ, ഇഷ്ടപ്പെടുന്നവരാണോ, എന്നാൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ. കാരണം വരുന്ന വഴികളൊക്കെ കണ്ടില്ലായിരുന്നോ, നല്ല അടിപൊളി ഓഫ് റോഡാണ്. പിന്നെ ഇതിൻ്റെ കുന്നും പൊക്കത്ത് നല്ല മൗണ്ടൈൻ മലയുടെ പൊക്കത്ത് കയറാൻ താല്പര്യമുള്ളവരാണോ, എന്നാൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും. കാരണം നല്ല കുത്തനെ കയറ്റുക, നല്ല ആസ്വദിച്ച് പതുക്കെ സാവകാശത്തോടെ ഈ ടോപ്പിലേക്ക് എത്തിച്ചേരാം. പിന്നെ ഇതേപോലെ ടോപ്പിൻ്റെ പൊക്കത്ത് നിന്നിട്ട് ചുറ്റുമുള്ള വ്യൂസ് കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ, എന്നാൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും. കാരണം ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം കോടമഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല. അത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഫുള്ളും കോടയാവുമെന്ന്. ഫുള്ളും കോടയായി തുടങ്ങി. ഇനി അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഞാൻ താഴെ കാണിച്ചു തരാം ഒന്നുകൂടെ. ഇനി ഇതിൻ്റെ പൊക്കത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. കണ്ടോ, ഞങ്ങളൊക്കെ ഒരു 4 വർഷത്തിന് മുന്നേ ഒരു ന്യൂ ഇയറിന് ഇവിടെ വന്ന് ആഘോഷിച്ചത്, വെളുപ്പം രാവിലെ. കണ്ടോ, ഇനി ഒന്നും തന്നെ കാണത്തില്ല, ഫുള്ളും കോടയായി. അപ്പോൾ ഇതാണ്. ഇനി കുറച്ച് കഴിയുമ്പം ഇതിനും കൂടുതൽ ഫോഗ് ഉണ്ടാവും ഇവിടെ. കോടമഞ്ഞ് ഇങ്ങനെ കൂടി ഫോഗ് ഫുള്ളും കോടയായിട്ട് ഫുള്ളും മിസ്റ്റായിരിക്കും. അപ്പോൾ ഒന്നും തന്നെ കാണത്തില്ല ഇവിടെ. കണ്ടോ, അപ്പോൾ ഇതുപോലത്തെ സ്പോട്ടിലേക്ക് വരാനും നല്ല ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. ഫോട്ടോ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇഷ്ടം പോലെ എടുക്കാം. കാരണം ചുറ്റിലും കാണാൻ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതായത് സ്പോട്ട് കറക്റ്റ് കൈലാസഗിരി മല. അപ്പോൾ ഇതിൽ വരാനുള്ള വഴികളാണ് ഞാൻ ഈ കാണിച്ചു തന്നേക്കുന്നത്. പിന്നെ അഡ്രസ്സ് കറക്റ്റ് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കൊടുവ എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കൈലാസഗിരി മല. ഇവിടെ ഫുള്ളും ഫോഗ് ഇറങ്ങി തുടങ്ങിയതുകൊണ്ട് ഓൾറെഡി നമുക്ക് മുന്നേ വന്ന ചേട്ടന്മാർ സ്ഥലം വിടുക. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ മഴ സമയത്തൊക്കെ വരുന്നവർ കോട്ട് മഴ സമയത്ത് വരുന്നതാണെങ്കിൽ മഴ നനയണ്ടേ. അപ്പോൾ കോട്ട് ഇച്ചിരി തണുപ്പ് സഹിക്കാൻ മാത്രം കോട്ട് കരുതുന്നതാണെങ്കിൽ നല്ലതാണ്. ഇതാണ് സ്പോട്ട്. കണ്ടോ, നമ്മൾ കയറി വന്ന സമയം ഫുള്ളും ഫോഗ് ഇറങ്ങി തുടങ്ങി, മിസ്റ്റായി. അതുകൊണ്ട് ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ കഴിയില്ല.
നമ്മൾ പ്രതീക്ഷയില്ല ഇങ്ങനെ പെട്ടെന്ന് ഫോഗ് ഉണ്ടാകുന്നത്. കാരണം വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് സാധാരണ ഫോഗ് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ചുറ്റിലുള്ളതൊന്നും ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ശിവൻ്റെ മല, ശിവൻ്റെ ക്ഷേത്രം. നമ്മൾ നേരത്തെ നിന്ന സ്പോട്ടത് ഇവിടെയാണ്. ഇതാ കണ്ടോ, ഇതാണ് ശിവൻ്റെ ക്ഷേത്രം. ഇവിടെ വന്നിട്ട് പൂജിച്ചാലോ പ്രാർത്ഥിച്ചാലോ എന്തൊക്കെയോ നടക്കുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഇവിടെ. എല്ലാ ശിവരാത്രിക്കും ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ട്. നേരത്തെ വന്നിട്ടുള്ള ചേട്ടന്മാർ അവിടെ നിന്ന് പോയിട്ടില്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വൈബ് അടിക്കാൻ ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും. ഒരു ഒച്ച ഇടണമല്ലോ. ഞാൻ ആ വ്യൂ മറ്റത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, പക്ഷെ കാണിക്കാൻ പറ്റില്ല. ഒന്നും കേൾക്കുന്നില്ല, കാരണം കാറ്റാണ്. അങ്ങനെ 4 വർഷത്തൊന്നും കാറ്റ് വീശുന്നതുകൊണ്ട് നമ്മുടെ സൗണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. കഷ്ടമുണ്ട്. ഫുള്ള് മഞ്ഞായില്ലേ? ആളെയും വരുമ്പോൾ നല്ല ഹാപ്പിയിലായിരുന്നു. ഇപ്പോൾ എന്തോ മൂഡ് ഓഫാ. സത്യം ഇവിടെ വരെ കയറിയപ്പോഴത്തേക്ക് 2 തുടയുടെ ബാക്ക് വശത്തും ഇങ്ങനെ ഒരുമാതിരി ഇറുക്കവും പിടുത്തവും. നല്ല രസമുണ്ട് കേട്ടോ. അതെ, മഴ സമയത്ത് വരും. ഇപ്പോൾ അട്ടയൊന്നുമില്ല, പക്ഷെ മഴ സമയത്ത് വരുന്നതാണെങ്കിൽ തോട്ടപ്പഴമുണ്ട്. ആണോ? ആ, കാട്ടിലൂടെ കയറി വന്നാൽ അട്ട കടിക്കും. അതിപ്പോൾ മഴയല്ല വെയിലല്ല, ഏത് സമയത്ത് വന്നാലും കാട്ടിൽ കൂടെ കയറിയാൽ അട്ട കടി കൊള്ളേണ്ടി വരും. അട്ട ചിലപ്പോൾ പല സ്ഥലത്തും കയറി കടിക്കും. അതുകൊണ്ട് വെയിൽ സമയത്ത് വരുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ കയറുമ്പോൾ കുറച്ച് വെള്ളം സൂക്ഷിച്ചാൽ മതി കയ്യിൽ, കാരണം നല്ല ദാഹിക്കും. കാരണം നല്ല കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല പൊക്കമാണ്. കണ്ടോ, നമ്മുടെ വണ്ടി കിടക്കുന്നത് താഴെയാണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഫോഗാണ് ഇവിടെ. കണ്ടോ, ഞാനിപ്പം ക്യാമറയിൽ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒന്നും തന്നെ കാണത്തില്ല. ഫോഗ് കൂടി തുടങ്ങി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലവേഴ്സുമായിട്ട് വരണോ വരാം, ഫാമിലി ആയിട്ട് വരണോ വരാം, ഫ്രണ്ട്സുമായിട്ട് വരണോ വരാം. പിന്നെ അതേപോലെ ഇവിടെ വരാൻ പാസ് എടുക്കേണ്ടതില്ല, ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഫ്രീ ആണ്. സൗജന്യമായി വരാം, സൗജന്യമായി കടന്നു പോകാം. കാരണം മിക്കവാറും ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഇനി ഇവിടെ കയറാനും ചിലപ്പോൾ അവന്മാർ പാസ് അടിപ്പിക്കും. കാരണം ഇവിടെ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു 2-3 വർഷത്തിന് മുന്നേ ഏത് സമയത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് കയറി ഇറങ്ങാം, ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ അവിടെ കയറണമെങ്കിൽ പാസ് എടുക്കണം. എന്തൊരവസ്ഥയാണ്. അപ്പോൾ മിക്കവാറും ഇവിടെയും ആ ഒരു അവസ്ഥ ആവാൻ വലിയ താമസമൊന്നുമില്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇപ്പോൾ കയറി ഇറങ്ങാൻ പറ്റിയ സമയം തന്നെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇത് വന്ന് കാണണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ വരിക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുക, പോവുക. കണ്ടോ, ഫോഗ് അടിച്ചിട്ട് കൈയൊക്കെ ഒരുമാതിരി നനഞ്ഞത് കാണുന്നുണ്ടോ? എൻ്റെ കയ്യിൽ രോമങ്ങളൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇത് മഴ പെയ്തിട്ടല്ല കേട്ടോ, മഴ പെയ്യാതെ ഫോഗ് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ നനഞ്ഞിരിക്കുന്നത്. എൻ്റെ രോമങ്ങളിലൊക്കെ വെള്ളം കണ്ടോ? ആഹാ, ബ്ലറായി പോയല്ലോ. ആ, ഇത് കാണുന്നുണ്ടോ? എൻ്റെ കൈ രോമങ്ങളിലൊക്കെ ഫോഗ് അടിച്ചിട്ടാണ് ഈ നനവ്. അപ്പോൾ ഇനി തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ചേട്ടന്മാർ താഴേക്ക് ഇറങ്ങിപ്പോവാൻ വഴി അറിയാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഫുള്ളും ഫോഗായതുകൊണ്ടേ അവർക്ക് താഴേക്ക് എങ്ങനെ ഇറങ്ങിപ്പോകണമെന്നൊരു പിടുത്തമില്ലാന്ന്. അതുകൊണ്ട് നമ്മളെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതവിടെ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിപ്പം അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല. അപ്പോൾ അവരൊപ്പം വേഗം തന്നെ ഇറങ്ങി നമുക്കും ഇവിടെ സ്ഥലം വിടാം. കാരണം അപ്പോൾ പറഞ്ഞ പോലെ ഈ സ്ഥലത്തേക്ക് വന്നാൽ ഇതിൻ്റെ പൊക്കത്ത് നിന്ന് നമുക്ക് ചുറ്റിലുള്ള ഒരുപാട് സ്ഥലങ്ങളെ കണ്ട് നല്ല രീതിക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പം ഫാമിലി ആയിട്ടാണെങ്കിലും ശരി, കപ്പിൾസ് ആയിട്ടാണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ശരി, നല്ല വൈബ് അടിക്കാൻ എൻജോയ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്പോട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് കുത്തുകയറ്റവും ഇതുപോലത്തെ ഫോഗും തണുപ്പും കാറ്റുകളൊക്കെ മാത്രമാണ്. അല്ലാതെ വശം മൃഗങ്ങളുടെ പ്രശ്നവുമില്ല, മനുഷ്യരെ കൊണ്ടുള്ള പ്രശ്നവുമില്ല. പിന്നെ പെണ്ണുങ്ങളുമായിട്ട് കപ്പിൾസായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ കൂടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരുന്നതായിരിക്കും നല്ലത്. കാരണം ചില സമയങ്ങളിൽ എല്ലാ സ്ഥലം ഇപ്പോൾ എത്ര സേഫായിട്ടുള്ള ആണെങ്കിൽ പോലും എല്ലാ നേരത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വരുന്നവരാണെങ്കിൽ
കൂടെ ആരെങ്കിലും കൂടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ കരുതി കൂട്ടി വരുന്നത് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ഇത് പ്രശ്നമുള്ള ഏരിയ എന്നല്ല, പക്ഷേ എന്നാലും കരുതുന്നത് നല്ലതാണ്. ചേട്ടോ തെളിയുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് കണ്ടായിരുന്നോ? ആ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതേ കണ്ടോ, ഇപ്പം ഫോഗൊക്കെ മാറുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നമ്മുടെ നല്ല നേരമാണെന്ന് തോന്നുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, നമ്മളുടെ നേരെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോഗൊക്കെ മാറ്റി വീണ്ടും നല്ലൊരു പ്രകാശത്തിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സ്ഥലങ്ങളെ വിശദമായിട്ട് കാണാം. ഓക്കെ അല്ലേ, അതെപ്പോൾ വരുന്നു. ഞാൻ അടുത്ത് ഇനി ഫോഗ് വരുന്നതിന് മുന്നേ സ്പോട്ട് പെട്ടെന്നൊന്ന് കവർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ഓപ്പോസിറ്റുള്ള മല ഇതാണ് കണ്ടോ, ഓപ്പോസിറ്റ് കാണുന്ന മലയാണിത്. അത് കീരിക്കര എന്ന് പറയും. കീരിക്കര സ്പോട്ടാണ് ആ സ്പോട്ട്. ഇത് അവിടെ കാണുന്നത് ഏലപ്പാറയല്ലേ, ഏലപ്പാറ എന്ന് പറഞ്ഞ കൊച്ചു ടൗണാണ് നമ്മൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം കണ്ടേക്കാം. കാരണം ഇനി ഇപ്പം തെളിഞ്ഞു കിട്ടി, ഇനി വീണ്ടും ഇറങ്ങിയാൽ ചിലപ്പോൾ തെളിയണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് വീണ്ടും ഫോഗ് വരുന്നതിന് മുന്നേ നമുക്ക് ആ ഏലപ്പാറ ടൗണൊന്ന് പെട്ടെന്ന് കവർ ചെയ്യാം. ഇതേ കാണുന്നുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഏലപ്പാറ ടൗൺ. ഫോഗ് ഫുള്ളും അങ്ങ് മാറിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര മങ്ങൽ. അല്ലെങ്കിൽ നല്ല ക്ലിയറായിട്ട് തന്നെ കാണാൻ പറ്റുമായിരുന്നു. ഇതാണ് ഏലപ്പാറ ടൗൺ കേട്ടോ. എന്ത് മനോഹരമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇച്ചിരി ബോറായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറയട്ടെ, ഒരു കുറ്റം പോലും പറയാനില്ല. ഒരു കുറ്റമൊന്നുമല്ല, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ചുറ്റിലുമുള്ളത്. ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസായിട്ടാണെങ്കിലും വന്നാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ട്. അപ്പോൾ ഈ വഴി കൂടെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ കയറി കാണണം. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഒറ്റയ്ക്കാണ്, അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോവുക. 4 വശത്തുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ കണ്ട് രസിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ ടിക്കറ്റ് എടുത്ത് പാസ് എടുത്ത് പൈസ കളഞ്ഞ് പോയി കാണുന്നതിന് പകരം ഇതുപോലെ സൗജന്യമായിട്ട് കാണാൻ കഴിയുന്ന സ്പോട്ടുകൾ ഒരുപാട് ഇടുക്കിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയപ്പെടുവാണെങ്കിൽ വന്ന് കാണുക. ഇതാ അടുത്ത ടീം കയറി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെക്കന്മാരിതൊക്കെ കയറി വരുന്നുണ്ട്, ഇത് കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് വെച്ച് അവന്മാരെ കാണാം, മീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാം. എന്താ ഇവിടെ വന്നതുകൊണ്ട് അവൻ എന്താ ബാഹുബലിയായി പുഷപ്പൊക്കെ എടുക്കുന്നു. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അടുത്ത പിള്ളേർ സെറ്റ്. ഇങ്ങളാണോ നമ്മുടെ ഏരിയയിലുള്ള പിള്ളേർ തന്നെ കയറി വന്നേക്കുന്നത്? എന്താണ് അവിടെ പരിപാടി? നല്ല കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കത്തില്ല നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാനും റാബിനും കൂടെ വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേറെ സ്പോട്ട് കാണാൻ വേണ്ടി പുറത്തുനിന്നുള്ള ആൾക്കാർ ടൂറിസ്റ്റാണ് വന്നേക്കുന്നത് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ടൂറിസ്റ്റുകളൊന്നും അല്ല, ഇവിടുത്തെ നമ്മുടെ അനിയന്മാരാ, ചെറിയ പിള്ളേരാണ്, അവന്മാരാണ് വന്നേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പുള്ളിങ്കോ. ഇത് പിന്നെ പുള്ളിങ്കോടെ ടീംസ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ സെറ്റ്, ചെറിയ പിള്ളേർ ഇതാ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ അനിയന്മാരാണ് വന്നേക്കുന്നത്. നമ്മൾ വിചാരിച്ച് വേറെ ഏതാണ്ട് പുറത്തുനിന്നുള്ള ടീമാണ്. അപ്പൊ അവന്മാരെ കണ്ടല്ലേ അതായാലും സന്തോഷം. അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. കാരണം നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഏത് സമയത്ത് ഇവിടെ മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി പിന്നെ ഫുള്ള് ഫോഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോകാത്ത വഴി കാണത്തില്ല. ഇപ്പോൾ തെളിച്ചും കാണുന്നുണ്ട്, പക്ഷെ പോകാൻ നേരത്ത് അതേപോലെ കാണണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കണ്ടെന്ന് വരില്ല, വഴി തെറ്റിപ്പോവും, വെറുതെ ഇവിടെ പെട്ടുപോകേണ്ട ഒരു അവസ്ഥയാവും. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സ്ഥലം വിടുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നവർ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ വരുന്ന വഴി കൂടെ നല്ല ഒരുപാട് സ്പോട്ടുകളും കാര്യങ്ങളും കാണാൻ കഴിയും. ഇതിൻ്റെ പൊക്കത്ത് കയറി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. വെളുപ്പം രാവിലെ വന്നാലും സൂപ്പറായിരിക്കും. അന്ന് ആ ഒരു സീനറി ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരിക്കും. അതേപോലെ വൈകുന്നേരം വന്നാലും നല്ല രീതിക്ക് തന്നെ ക്ലൈമറ്റ് ഉണ്ടാവും, നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും.
അപ്പം ഒരു പുതിയൊരു അനുഭവം തന്നെ ഇവിടെ നിന്ന് കിട്ടും, അതിന് ഗ്യാരണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ മലയുടെ പൊക്കത്തുനിന്ന് ഇറങ്ങാൻ പോവാണ്. കാരണം തെളിഞ്ഞു വന്ന കോട വീണ്ടും ഇറങ്ങി തുടങ്ങി, അതായത് മിസ്റ്റ് വീണ്ടും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകേണ്ട ഒരവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുത്ത് റൂട്ട് കാണിച്ച് തരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പറ്റത്തില്ല കേട്ടോ. കാരണം ഫോണിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ നല്ല റിസ്ക്കാണ്, തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതായത് ഞാൻ കയറി വന്ന വഴി കാണിച്ചു തന്നില്ലായിരുന്നു, അതാണ് കയറി വരേണ്ട വഴി. അതിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത്. പക്ഷേ ഇറങ്ങി പോകുമ്പം ഇച്ചിരി റിസ്ക്കാണ്, ചിലപ്പോൾ തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. തെന്നുന്നുണ്ട്, എപ്പോഴേ ഒരു ബാലൻസ് കിട്ടുന്നില്ല. ഇതേ നമ്മളിപ്പോൾ മലയുടെ പകുതി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഫോഗ് ഇറങ്ങി തുടങ്ങി. ഇത് കണ്ടോ, ഇനി അങ്ങോട്ട് പോകാനുള്ള വഴികളൊന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ കാണുന്നുണ്ട്, എന്നാലും അത്ര വ്യക്തമല്ല. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തെളിഞ്ഞ് കാണും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് വന്ന വഴി ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് പോകണം. പിന്നെ ഇവിടെ ശിവൻ്റെ കാൽത്തടം ഉണ്ട് കേട്ടോ. ശിവൻ ഏതാണ്ടോ പല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് കാൽത്തടം പതിച്ചിട്ട് പോയതിൻ്റെ ഒരു തടമുണ്ടെന്നൊക്കെ എൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ടെന്നായിരിക്കും. അതും കൂടെ ഞാൻ നോക്കാം. എവിടെയാളിയോ? താഴെയാണോ? അപ്പോൾ ശിവൻ്റെ കാലിൻ്റെ പാട് വന്ന് താഴെയാണുള്ളത്. അപ്പോൾ അതും കൂടെ പോയി നോക്കാം കേട്ടോ. പിന്നെ ശിവൻ്റെ കാൽപ്പാട് കാണിച്ചു തരാം. അതായത് ശിവന് വന്ന് കാൽപ്പാടല്ല, ശിവൻ അന്ന് ഇരുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. ഇതാണ്, ഇവിടെയാണ് ശിവൻ വന്ന് ഇരുന്നതായിട്ട് പറയുന്നു. ഇത് കണ്ടോ, അതിന് ശിവൻ്റെ ഒരു രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ? അണിയോ, ഹെൽമെറ്റ് ഒന്ന് പിടിച്ചേ. ഇത് കാണുന്നുണ്ടോ? ശിവൻ്റെ ഒരു രൂപം, ലിംഗത്തിൻ്റെ ഒരു രൂപം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ ഇതിൽ പൈസ ഒക്കെ ഇട്ടിട്ട് പോവും. അപ്പം ഇങ്ങനെ ഇവിടെ പണ്ടത്തെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ടേതാണ്ട് പശുവിനെ തപ്പി തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ള ഒരു അപ്പച്ചൻ ഇവിടെ പശുവിനെ തപ്പി വന്നതാണ്. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ശിവൻ ഇരിക്കുന്നത് കണ്ടതായിട്ടും, അതിന് ശേഷമാണ് ഈ മലയുടെ ടോപ്പിൽ ആ ചെറിയ ക്ഷേത്രം, ആ ലിംഗം എന്ന് പറയുന്ന സാധനം പ്രത്യക്ഷപ്പെട്ടതും പിന്നെ ഇവിടെ ക്ഷേത്രം പണിതതൊക്കെ പറയുന്നു. വലിയ ക്ഷേത്രമൊന്നുമല്ല, ചെറിയൊരു ഷെഡ് പോലെയാണ്. എന്നിട്ടാണ് അതൊക്കെ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഓരോ ശിവരാത്രിക്കും വലിയ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. കണ്ടോ, കുറേ ചില്ലറ പൈസയൊക്കെ ആൾക്കാർ വരുന്നവരും പോകുന്നവരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടോ ശിവൻ്റെ ഒരു രൂപം? അപ്പോൾ ഇതാണ് ഈ ശിവമലയുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, അതായത് നമുക്കറിയാവുന്നൊരു ഹിസ്റ്ററി. ഏകദേശം നമ്മളത് അടിവാരത്തിലെത്തി. ഇനി അധിക ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കുന്നും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ കൈലാസഗിരി മലയുടെ അടിവാരത്തിലേക്ക് വന്നു. അതായത് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. കയറിപ്പോകാനാണ് ബുദ്ധിമുട്ട്, ഇറങ്ങി വരാൻ അത്ര ബുദ്ധിമുട്ടില്ല. എന്നാലും ഇറങ്ങി വരുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ തെന്നിപ്പോവാൻ, സ്ലിപ്പ് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു മനോഹരമായ സ്പോട്ടിൽ നിന്ന് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ടാറ്റ പറഞ്ഞേ. ടാറ്റ. ഓക്കെ.